നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ഭാവി എന്താകുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. അദ്ദേഹം അൽ ഹിലാൽ വിട്ട് സാൻഡോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഡീലിൽ ഇപ്പോഴും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരും ദിവസങ്ങളിൽ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നെയ്മറുടെ കാര്യത്തിൽ റാഫീഞ്ഞ ഇന്നലെ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി പൊളിച്ചടുക്കിയ പ്രകടനത്തിന് ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. റാഫീഞ്ഞ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നോക്കാം. കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു, എ പ്ലെയർ ലൈക്ക് നെയ്മർ കാണ്ട് സിറ്റ് വിതൗട്ട് പ്ലേയിങ്. നെയ്മറെ പോലൊരു താരത്തിന് കളിക്കാതെ പുറത്തിരിക്കാനാവില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബിൽ സംഭവിക്കുന്നത് എന്നത് നോക്കിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ തടസ്സപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അദ്ദേഹം കളിക്കളത്തിലിറങ്ങി കളിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ റിട്ടേൺ, ഹൈ ലെവൽ ഫുട്ബോളിലേക്കുള്ള റിട്ടേൺ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും എല്ലാവർക്കും ഗുണകരമായിരിക്കും. സോ നെയ്മർ ഉടൻ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തണം എന്നാണ് ഇപ്പോൾ റാഫീഞ്ഞ പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നെയ്മറെ പോലുള്ളൊരു താരത്തെ കളിപ്പിക്കാതെ പുറത്തിരുത്തി മാസത്തിൽ 2 കളികൾ മാത്രം കളിപ്പിച്ചാൽ എല്ലാം ശരിയാകുമെന്നാണോ കരുതുന്നത്? നെയ്മർ തീർച്ചയായിട്ടും കളിക്കണം. കളിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പ്ലേയിങ് ടൈമും ആ ഒരു ഗെയിം റിതവും ഒക്കെ ലഭിക്കുകയുള്ളൂ. മാച്ച് ഫിറ്റ്നസ്സും ഒക്കെ പൂർണ്ണമായിട്ടും കൈവരിക്കാൻ അദ്ദേഹത്തിന് പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ബ്രസീലിൻ്റെ വരുന്ന മത്സരങ്ങളിലേക്ക് അദ്ദേഹത്തെ ഡൊറിവാൾ ജൂനിയർ പരിഗണിക്കുക പോലുമുള്ളൂ. സോ കളിക്കാതിരുന്നാൽ പണി പാളുമെന്ന് നെയ്മർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അവിടം വിട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നെയ്മറെ അറിയാവുന്ന നെയ്മറുടെ ദേശീയ ടീമിലെ സഹതാരമായ റാഫീഞ്ഞയും പറഞ്ഞതാണ് നെയ്മർക്ക് കളിക്കാതെ പുറത്തിരിക്കാനാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.